ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. പുലർച്ചെ 3:30 എഴുന്നേറ്റാണ് ഞാൻ. പിന്നെ വീണ്ടും കിടന്നു. ഇപ്പോൾ സമയം 8:45. കുറച്ച് നേരം എഡിറ്റൊക്കെ ചെയ്ത്, പക്ഷേ തീർന്നിട്ടില്ല. എന്തായാലും ഞാനൊന്ന് ഫ്രഷായിട്ട് വന്നിട്ട് തുടങ്ങാം. ഗുഡ് മോർണിംഗ് ദീപു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ദീപു ബെഡ് വിരിക്കാൻ പോവല്ലേ? അല്ലേ? ഞാൻ അടുക്കളയ്ക്ക് ഒന്ന് പോട്ടെ. എന്താ ചാക്കി? പുട്ടും ആ കുലുന്തി. ഏയ് ചുമക്കുണ്ടല്ലോ. ആ ഞാന് 3:30 ഇട്ടിട്ടേ കുറച്ചു നേരം കമ്പ്യൂട്ടറിൽ ഇരുന്ന്. അപ്പം അതിൻ്റെ ഇടയിൽ ദീപ പറഞ്ഞ് കെടുക്ക് 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 എന്ന് പറഞ്ഞിട്ട് പിന്നെ വീണ്ടും ഉറങ്ങി. ഞാൻ 3:30. ഞാൻ 3:30. ആ പിന്നെ ഞാൻ 3:30. നിങ്ങൾ 3:30. എല്ലാം ചെയ്ത് പിന്നെ സാധനം ചെയ്ത് ചായ ഞാൻ പോയി കുളിച്ചിട്ട് വരാന്നാ. കുലു ചായ കുടിച്ച കുലു നേരെ 10 മിനിറ്റോട് വരാം. രാവിലെ തന്നെ റീല് കാണാ നിങ്ങള്? ഏത് റീല്? ത്രോട്ട് രാവിലെ എഴുന്നേറ്റ ഒരു പിടുത്തുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഏകദേശം ഒരു 10-12 ദിവസമായോ? 10 ദിവസം എന്തായാലും ആയിട്ടുണ്ട്. അപ്പോൾ അഗൈൻ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ മനഃപൂർവ്വം വീഡിയോ ഇടാത്തതല്ല. അമ്മൂമ്മയുടെ കണ്ണ് ഓപ്പറേഷൻ ആയിരുന്നു, 2ാമത്തെ കണ്ണിൻ്റെ. അപ്പോൾ അതിൽ 2-3 ദിവസം ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അങ്ങനെ ആ 3 ദിവസം പോയി. പിന്നെ ദീപുവിന് എന്താ പറയുക, വയറിന് ഭയങ്കര വയറുവേദനയൊക്കെ ആയിട്ട് ഒരു 1-2 ദിവസം അതിൻ്റെ പുറകെ പോയി. അപ്പോൾ തന്നെ 5 ദിവസം പോയല്ലോ. പിന്നെ ഇടയിൽ വർക്ക് ഉണ്ടായിരുന്നു. കൂടാണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു വൈറൽ കഫിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് പോലെ ഇടയ്ക്കിടയ്ക്ക് വയ്യായികളുണ്ടായിരുന്നു. ഒരു ദിവസം എനിക്ക് നല്ല ടെമ്പറേച്ചറായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പനിയൊക്കെ ആവുമെന്ന് വിചാരിച്ചു. പക്ഷെ പനിയൊന്നും ആയില്ല. പിറ്റേ ദിവസം അത് മാറിപ്പോയി. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസം ഓരോരോ കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ ഞങ്ങളൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോയിരുന്നു. അത് അവിടെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഈ പറഞ്ഞ പോലെ ഞാനും ദീപും കൂടി പോയതാണ്. അമ്മ ഉണ്ടായിരുന്നില്ല. അമ്മ സംസാരിക്കില്ലേ? ഉറക്ക സംസാരിക്കില്ലേ എന്ന്. വീഡിയോ അപ്പോൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എഡിറ്റ് ചെയ്ത് തീർന്നിട്ടില്ല. ഞാൻ ചേതനയിൽ പഠിച്ചത് നിങ്ങൾക്ക് അറിയാലോ, ചേതന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അവിടെ പഠിക്കുന്ന സമയത്തും അതിനു മുമ്പ് കോളേജിലായിരിക്കുമ്പോഴും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്പോട്ടാണ് സാഹിത്യ അക്കാദമി, കേരള സാഹിത്യ അക്കാദമി ക്യാമ്പസ്. അവിടെ വന്ന് ആ മുറ്റത്തൊക്കെ കുറേ നേരം ഇരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ തൃശ്ശൂർ പോയപ്പോൾ ഞങ്ങൾ ആ ഒരു ഓർമ്മകളൊക്കെ ഉള്ള ഭാഗങ്ങളിലൂടെയൊക്കെ ഒന്ന് കുറച്ച് നേരം അവിടെയൊക്കെ പോയിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ ചേതനയിലുള്ളപ്പോൾ അവിടുത്തെ ഒരു ഹീറോ ഹോട്ടൽ, പിന്നെ ഞങ്ങൾ പോകാറുള്ളൊരു റെസ്റ്റോറൻറ്റ്, അതൊക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ആ വീഡിയോ. കൂടുതൽ ഞാൻ പറയണില്ല, എന്തായാലും വീഡിയോ വരുമല്ലോ. അപ്പോൾ ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് തീർന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല ഇനി അത് തീർന്നു വരുമ്പോൾ എന്തായാലും ഒരു 2 ദിവസമെങ്കിലും എടുക്കും. കാരണം ഇന്നിപ്പോൾ എഡിറ്റിംഗ് തീർത്താൽ തന്നെ നരേഷൻ തീരണമെന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, നമ്മളടുത്ത് പലരും പറയാറുള്ള ഒരു സജഷനാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ട്. അഗെയിൻ ഒരെണ്ണം കൂടി ചെയ്യാം എന്ന് വിചാരിച്ചു. എന്താവും ഈ വീഡിയോ എന്ന് അറിയില്ല. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് ടൈമിങ്. നീ കുളിച്ച് വരുന്ന അതേ ടൈമിൽ. ഇത് നിൻ്റെ യൂണിഫോം അല്ലേ ഈ ടോപ്പ്? ചായ കുടിക്കാ? ഏതമ്പലം? ഏത്? പണ്ടാരന്മാരല്ലേ? അത് കൂലുവിൻ്റെ അമ്പലമല്ല, കൂലുവിൻ്റെ അടുത്തുള്ള അമ്പലമല്ലേ? നമ്മളെന്തായാലും ആദ്യം കുറച്ച് നട്ട്സും ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട് പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പുട്ടും പയറും കഴിക്കണോ? കുറച്ച് പയറുള്ളല്ലോ ഇത്. ഇഷ്ടല്ലേ ചെറുപയർ? ചെറുപയർ ഇഷ്ടല്ലേ?
കുലുവൻ ആറ് കഴിക്കോ? ഏയ് മാതളനാരങ്ങ കഴിക്കില്ല അല്ലേ? ആദ്യം ചേരുന്നു. അമ്മ കഴിക്കോ? അയ്യോ ഇതെന്താ വല്ലാത്തൊരു ചുമ. എന്താ എനിക്കറിഞ്ഞൂടാ. ഇതെന്തത് ഒരു വാൾനട്ടുള്ളോ? മതി. എന്താ ഒരെണ്ണം രണ്ടെണ്ണം ഇങ്ങനെ കഴിക്കേ? എന്താ ദീപം ഇങ്ങനെ സാപ്പിടുങ്ക? അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് വിട്ടുമാറാത്ത ചുമയും ഈ ജലദോഷവും അങ്ങനെ എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചാണ് ഷുഗർ അങ്ങോട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ വറുത്തത് പൊരിച്ചത് വൈകിട്ട് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 3 ചായയും 2 ബോണ്ടയും ബജ്ജിയും പിന്നെ എന്താ പറയുക എന്തൊക്കെ കഴിക്കാൻ പറ്റും ഒക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ഇത് മാറാണ്ടായപ്പോൾ തോന്നി എന്നാൽ പിന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ ചുമ ഫുള്ളായിട്ട് പോയി. ഇതിലിപ്പോൾ ഫുഡ് വ്ളോഗ് എടുക്കുന്ന ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണം ഒന്ന് കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നടക്കാൻ പോവാം, പിന്നെ അതുപോലെ തന്നെ യോഗ നമ്മൾ ചെയ്യാറുണ്ട്, അപ്പോൾ അതും കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ചെയ്യാം. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. അപ്പോൾ എന്തായാലും ഇനി കൂടുതൽ പറയാനില്ല, ഇതങ്ങോട്ട് അടിച്ച് തീർക്കട്ടെ അല്ല ദീപം? ഞാൻ ആറിങ്ങനെ ഒരു പിടികൾ എടുക്കാം. ദീപുവിന് പൊതുവെ ഫ്രൂട്ട്സ് ഇഷ്ടമല്ല. ആകെ കഴിക്കുന്ന ഫ്രൂട്ട്സ് തന്നെ അന്നാറ് കഴിക്കില്ല. തണ്ണിമത്തം കഴിക്കുമോ? പിന്നെ പിയർ ഇത് 3 കഴിക്കുക. ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ അനാറാണെങ്കിൽ നാളെ തണ്ണിമത്തനായിരിക്കും. അപ്പോൾ ഈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നല്ല പൊട്ടും പയറങ്ങനെ അടിക്കും. ഇന്ന് പൊട്ടും പയറാണെങ്കിൽ നാളെ വില വെള്ളപ്പം ഇഷ്ടമായിരിക്കും. വല്ലാണ്ടുള്ള എരിവുള്ള സാധനങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട്. അനാറില്ലേ ആദ്യമായിട്ട് കഴിക്കണ ലുലുമാളിൽ നിന്ന് അമ്മ മേടിച്ചോണ്ടാണ്. ചേട്ടൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. ഇത് കുറച്ചുള്ള ഇന്നത്തെ മതിക്ക് എന്താ വെച്ചോ ഒരു പിടി എന്തായാലും. പിന്നെ നമ്മൾ നേരെ വർക്കിലേക്ക് കടക്കാതെ ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഡിസൈൻ വർക്കും ഉണ്ട്, പിന്നെ നമ്മുടെ വീഡിയോയുടെ എഡിറ്റിംഗ് വർക്കുണ്ട്. എന്തായാലും രാവിലെ ഞാനിപ്പോൾ എഡിറ്റിംഗ് വർക്കായിരിക്കും ചെയ്യുക. എന്നിട്ട് പിന്നെ നൈറ്റാണ് കൂടുതലും. നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈകിട്ട് 7 മണിക്ക് ശേഷമാണ് ഞാൻ ഡിസൈൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. ദീപോ ആ ലൈറ്റ് ഒന്ന് ഇട്ടോ. താങ്ക് യു. നോക്കണേ ദീപോ. എന്തോ ആരോ പ്രസംഗിക്കുന്നുണ്ട്. അപ്പം ഞാനും ദീപും ഇന്ന് തൃശ്ശൂർ വന്നത് ഞങ്ങളുടെ ബൈക്ക് ഉണ്ടല്ലോ, ബൈക്ക് കുറച്ച് കംപ്ലൈൻ്റ് ഉണ്ട്. ഇപ്പം ഞങ്ങൾ സംസാരിക്കുന്ന പോർഷൻ ഒഴിച്ച് ബാക്കി കാണുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ നരേറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ചെറിയ നമ്മളിങ്ങനെ ഡീറ്റെയിൽസ് ചുമ്മാ വെറുതെ ആ ഫൂട്ടേജിൽ തന്നെ പറഞ്ഞു പോകും. അതെന്തായാലും ഉപയോഗിക്കില്ല, കാരണം എന്താ വെച്ചാൽ അത് കറക്റ്റായിരിക്കില്ല. ഞാനിങ്ങനെ ഒരു ഐഡിയയ്ക്ക് വേണ്ടി ഇങ്ങനെ പറഞ്ഞു പോകും. ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം തന്നെ 18 മിനിറ്റ് 19 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഞാനിത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫുള്ള് കണ്ട് നോക്കിയിട്ട് അത്ര അങ്ങോട്ട് നല്ലതല്ല എന്ന് തോന്നുന്ന ഭാഗങ്ങളൊക്കെ എടുത്ത് കട്ട് ചെയ്യും. ഇങ്ങനെയാണ് എൻ്റെ പ്രോസസ്സ്. പിന്നെ നരേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവിടെ ഒരു മൈക്ക് ഉണ്ട്, ഈ മൈക്കിൽ തന്നെയാണ് നരേറ്റ് ചെയ്യണത്. അപ്പോൾ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ എപ്പോഴും പാത്രം കഴുകണതോ അല്ലെങ്കിൽ കണ്ടില്ലേ അപ്പോൾ അവിടെ ശബ്ദം കേൾക്കില്ല, അങ്ങനത്തെ ശബ്ദങ്ങൾ ഒരുപാട് കേൾക്കും. അങ്ങനെ വരുമ്പോൾ നരേഷൻ കുറച്ച് വൈകും. ഞാൻ കുറച്ചും കൂടി എഡിറ്റ് ചെയ്യട്ടെ, എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പുട്ടും പയറും കഴിക്കണം. മതി മതി. നല്ല ചെറുപയറായിട്ടുണ്ട് അമ്മ. മധുരമില്ല, അതന്നെ പറഞ്ഞ മധുരമില്ല. മധുരം ഉണ്ടോയെന്ന് വെച്ചാൽ
ഒരു 10 ശതമാനം ഉണ്ടാവും, കുറച്ചുണ്ട്. 4 പേർക്ക് 2 ഗ്ലാസ് 2 സ്പൂൺ. ഒട്ട് തീർന്നു. ഇനി ഒരു 10 ബാക്കിയുണ്ടല്ലേ. പക്ഷെ അത് കഴിച്ചാൽ ശരിയാവില്ല. കാരണം നമ്മൾ ഫുഡ് ലിമിറ്റ് ചെയ്യണമല്ലോ. കുറച്ച് പയർ വാരി തിന്നാം. ഈ പയർ എന്തായാലും ഇനി ഉച്ചക്ക് എടുക്കില്ല അല്ലേ അമ്മ? ഇത് ചായ മോളെ. മതി. ചായ ഇവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്നിട്ടാ. അമ്മ ഞങ്ങളുടെ അടുത്തുള്ള അമ്പലത്തിൽ പ്രസാദൂട്ടിന് പോയി. ഞാനും ദീപും അമ്മാമ്മയും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ കൂട്ടാൻ ഞങ്ങൾ വെക്കണത് ഇന്ന് മോരുകറിയാണ് വെക്കണത്. കുമ്പളമുണ്ട്, മത്തങ്ങയുണ്ട്. ഓ എന്തിട്ട് മാങ്ങ കഴിച്ചിരിക്കണല്ലേ, അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 മാങ്ങ പൊട്ടിക്കിട്ടേന്ന് ചോദിച്ചു. അവർ ചെന്നൈയിലാണ്, പൊട്ടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഏതായാലോ ഏയ് സർക്കസ് പുളിയുണ്ട്. ദീപ് മുറിച്ച് നോക്കാം. ആ മതി. ഇത് ഫീൽ ചെയ്യാല്ലേ? ഇല്ല, ആദ്യം പുളി നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ആ തേങ്ങ ചെരിക്കുന്നീ ഇത് ഞാൻ ഏറ്റു. അതുപോലത്തെ ഒരു മാവേ നമുക്ക് മേടിച്ചേക്കായിരുന്നു അല്ലേ. അമ്മയില്ലാത്തതുകൊണ്ട് ഇന്ന് കുക്കിങ്ങിൻ്റെ ഇൻചാർജ് ഞാനും ദീപുമാണ്. കൂടുതൽ ഞാൻ തന്നെ. ദീപുവിന് ചെയ്യാറിയണ്ടല്ലോ കേട്ടോ. ദീപു നന്നായിട്ട് കുക്ക് ചെയ്യും. എന്നാലും ഇത് പുളിയുണ്ട്. ഇത് പുളിയുണ്ട്. മത്തങ്ങ, കുമ്പളങ്ങ, മാങ്ങ എല്ലാം കൂടി അങ്ങോട്ട് വേവിക്കുക. പോരെ? ചോറായില്ല, പിന്നെ ഊറ്റിയാൽ പോരെ. മഞ്ഞപ്പൊടി. യെസ്. നീ കത്തിച്ചോ? അല്ലേ ഇതൊക്കെ ചാറുകറി ഒക്കെ ഉപ്പേരി എന്ത് ചെയ്യും? ഉപ്പേരി ബീറ്റ്റൂട്ടില്ലേ? ഇല്ല. ക്യാരറ്റ്. ആ ക്യാരറ്റ് ഉപ്പേരി വെച്ചാൽ നീ ക്യാബേജ് ഉണ്ടാ. ഞാൻ കൂടിയല്ലോ. ആ ഒരു മരുന്ന് നീ ഒഴിച്ചു കൊടുക്ക്. ആ നീല 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 ആ നീല മാത്രം ഒഴിക്കാണല്ലോ. നീ അത് ചോദിക്കണ്ട. ഈ മരുന്ന് നീ ഒഴിച്ചു കൊടുത്താ ഞാൻ അപ്പളേക്ക് പയർ മേടിച്ചിട്ട് വരാം. ക്യാരറ്റ് നീ സെറ്റ് ആക്കി നോക്കി. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യണോ അരിയണോ? അരിഞ്ഞാ മതി. എല്ലാ ഗ്രേറ്റ് ചെയ്ത് കഴിക്കുമ്പോ ഒന്ന് അരിഞ്ഞ് കണ്ടിക്കണമെങ്കിൽ. അല്ല നിങ്ങൾ ഇതുവരെ ചോറിണ്ടിട്ട് വന്നില്ല. ഇത് എവിടെ പോയി കിടക്കണ്? കുറെ നേരം ആയില്ല. സദ്യ കഴിഞ്ഞ എല്ലാരും പോയിണ്ടാവും അല്ലേ? പറയുമ്പോഴേക്ക് ആളെത്തിയിട്ടാ. സദ്യ കൊണ്ട് വരണല്ലേ? അല്ല എന്താ കുറെ നേരമായില്ല. അതെ ഞാൻ 12 മണിയാവും ഞാൻ പറഞ്ഞില്ലേ. 12 മണി കഴിയുമെന്ന് പറഞ്ഞവര്. ഞാൻ ചോദിച്ചിട്ടുണ്ടായത് വിളിച്ചിട്ട്. നിങ്ങളെ ചോദിച്ചു കഴിഞ്ഞ സദ്യ കഴിഞ്ഞ ഇടത് കണ്ണല്ലേ ഓപ്പറേഷൻ കഴിഞ്ഞുള്ള ഈ എന്തേ ഏത് കണ്ണെന്നൊക്കെ ചോദിക്കും.
എങ്ങനെയുണ്ട് സദ്യ? എത്ര കറിയുണ്ട്? സദ്യ എത്ര കറിയുണ്ട്? പയറും കായി പയറൊരു ഇതുപോലെ ചേന എന്തൊട്ടുണ്ട്, പിന്നെ അവിയൽ, പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ ചെറിയ കഷ്ണാക്കിയിട്ട് കുടിച്ചിട്ടൊരു ഉപ്പേരി, ഇഞ്ചിക്കറി, അച്ചാറ്, സാമ്പാർ, മോര്, രസം, പായസം ഉണ്ടോ? ഗോതമ്പ്. അത് ഞാൻ 2 ഗ്ലാസ് കുടിച്ചു. അത് ശരി, കൊള്ളാം. അപ്പോൾ ഇത് നിങ്ങൾ മുതലാക്കി അല്ലേ? ഞങ്ങളിവിടെ മോര് കറി വയ്ക്കുന്നുണ്ട്. പിന്നെ സ്വപ്നുണ്ട്, പിന്നെ ജനാർദ്ദേട്ടൻ്റെ മോളും മലമരുകളും കുട്ടിയില്ലേ, കുഞ്ഞു കുട്ടിയൊക്കെ അവർ ഉണ്ണാനൊന്നുമില്ല. ആ കുട്ടി പഠിക്കുന്ന നാളെ പരീക്ഷ തന്നെ. അപ്പോൾ പറന്നറയ്ക്കാൻ വന്നു. തീ കുറച്ചിട്ട് എന്താ കുറച്ചും കൂടി നോക്കിക്കോട്ടെ. പയറുണ്ടോ? പച്ചപ്പയർ അര കിലോ. അതെ, വീട്ടില് മോര് കറി വെച്ചു, ഉപ്പേരിക്ക് നോക്കിയപ്പോൾ ക്യാരറ്റ് മാത്രമേ ഉള്ളൂ. എന്നാൽ പിന്നെ കുറച്ച് പയറും കൂടി ആവാന്ന് വിചാരിച്ചു. പെട്ടെന്ന് തന്നെ മേടിച്ചു ഒരു സെറ്റാക്കാലോ. പെടി അപ്പോൾ ഇതിൽ കുറച്ച് നാളികേരം, ഒരു നുള്ളു ജീരകം, ബാഗ് ഇട്ട് മോളെ ദീപാകൂറോ, ഒരു നുള്ളു മതിട്ടാ, മതി. ഒരു ശകലം കൂടി വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി അരയ്ക്കാം. മോരെടുത്ത് ഈ മോര് ഇതിലേക്ക് ഒഴിക്കാം. ഇഞ്ചിട്ടോ 1 കഷ്ണം ഇഞ്ചി ഇട്ട് മതില്ലേ വെള്ളം? ഉണ്ട് അതല്ല, പുളി എങ്ങണ്ട് ഇല്ലേ? ഒത്തിരി ഉപ്പ് വേണമെന്നുണ്ട്. ആ ഉപ്പ് അതിനത്തിലല്ലോ ഇട്ടല്ലോ. നീ എത്ര അരയല്ലോ ഇട്ടല്ലോ? അതിന് മാത്രം എത്ര ഇട്ടേ? മതിയാ? പിന്നെ ഒരു നുള്ളു പഞ്ചസാര ഇട്ടോ, കുഴപ്പമില്ല. മതി. കാച്ചിക്കോട്ടോ. ഒരു നുള്ളു ഉലുവയും വറ്റൽ മുളകും. നീ തന്നെ ഒതിക്കും. കുല്ല നന്നായിട്ടാ. എരുവതി കിട്ടില്ല, 3 പച്ചമുളക് കിട്ടുള്ളൂ കിലോ. മതിയില്ലേ? കുരുമുളക് പൊടി ഒത്തിരി. അതെനിക്കറിയാം, അതെല്ലാം നമുക്ക് ഞാൻ കൊണ്ടുവന്നു. ഇങ്ങനത്തെ മണം വരുമ്പോ നിനക്ക് ഏതിലേക്കാ ചോറിട്ട് തിന്നാൻ തോന്നാത്ത? കുറച്ച് മൂത്താൽ മതിയല്ലേ ദീപോ? ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരം അങ്ങോട്ട് ചേർക്കാം. നാളികേരം ചേർത്തൊന്ന് വഴറ്റാം. മഞ്ഞപ്പൊടിയാ ഇതിലാ? മഞ്ഞപ്പൊടിയാ? എന്നാ ഇത്തിരി കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മാസലി എല്ലാം ഇട്. അങ്ങനെ ദീപു ഇതെന്തത് മഞ്ഞപ്പൊടിയുടെ വിപ്ലവ? സത്യത്തിൽ നീ എന്തിനാണ് ഈ മഞ്ഞപ്പൊടി ഇടുന്നത്? കളറിന് അല്ലേ? അല്ലാണ്ട് വിഷാംശം പോകാനല്ലോ. അതിപ്പോൾ ഞാൻ പറഞ്ഞോണ്ട് പയറ്
ക്യാരറ്റ് അര മതി. അരന്നെ കൂടും ചിലപ്പോൾ. ഏയ് അവായിരിക്കും. ആ ഇനി മൂടി വെച്ച ഇത്തിരി വെള്ളം തെളിച്ച് വേണമെങ്കിൽ. വേപ്പിലിട്ടിട്ട് കുളിച്ച് പോരാ. ആ വേപ്പിലിട്ടോ. എന്നാ വേപ്പില. യെസ്. മതി എന്തുണ്ടാവും. കുറച്ച് കഴിച്ചാമ്മ വാ. ആ ഒരു മണി മോര് കറി ഒരു മണി ഇട്ട് പായ രണ്ടാളും എന്തായാലും മതി 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 മതി. ചാറ് കൂടുതൽ ഒഴിക്കാമ്മ. മതി മതി മതി. ഉപ്പേരി ഉപ്പേരി എനിക്ക് കുറച്ച് കൂടുതൽ കേട്ടോ. ഓക്കെ മതി. ഇന്നത്തെ മോര് കറി ഉഗ്രനുണ്ട്. അല്ലേ അടിപൊളിയായില്ലേ കുലു? മാങ്ങ പുള്ളിയില്ലാന്ന് ചേട്ടൻ പറഞ്ഞ ബിനുവേട്ടന്. പക്ഷെ പുളിയുണ്ട് ഇല്ലേ? മാങ്ങ പുളിയുണ്ട്. തോരൻ എന്തിനാ അധികം കറി? ഇതന്നെ പോരെ. ഇല്ലേ അടിപൊളിയുണ്ട്. സദ്യ കൊണ്ടുവന്ന അമ്മ വീണ്ടും വീണ്ടും മോര് കറി ഒഴിച്ച് കഴിക്കണത് എന്താ എനിക്ക് മനസ്സിലാവില്ല. എന്നാ കുറച്ചുകൂടി ചോറ് ഉണ്ണണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിലും ഉണ്ണണില്ല. നേരെ മറിച്ച് നമ്മുടെ ഫുഡ് വ്ളോഗിൻ്റെ അന്ന് ലാവിഷായിട്ട് ഉണ്ണും. എന്താ ആലോചിക്കണേ? പപ്പടത്തിൻ്റെ ഒരു കുറവുണ്ടെന്ന് തോന്നുന്നുണ്ടാവും അല്ലേ? അതേപ്പാ പുല്ലെത്തി ചാറ് വെച്ച് കൊടുക്കുക. ഏയ് മിണ്ടരുത്. കുലു നന്നായി കറി കൂട്ടറാണെന്ന്. മാങ്ങ തെരഞ്ഞു പിടിക്കാൻ എളുപ്പമല്ല. മാങ്ങ മത്തയ്ക്കൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. തിരിച്ചറിയാൻ പറ്റില്ല. ഓ അപ്പോൾ അങ്ങനെ ഊണ് കഴിഞ്ഞു. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഹാപ്പിനെസ് പ്രോഗ്രാമിൻ്റെ ഒരു പോസ്റ്റർ ചെയ്യാനുണ്ട്. ദീപ ഇപ്പോൾ വരാം. അപ്പോൾ മോര് കറി കുറച്ച് ബാക്കിയുണ്ടേ, കുറച്ചല്ല അത്യാവശ്യം ബാക്കിയുണ്ട്. അപ്പോൾ അത് ദീപുവിൻ്റെ വീട്ടിലേക്ക് കൊടുക്കാമെന്നാണ് വിചാരിക്കണേ. അവിടെ ഉണ്ണിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആർട്ട് ഓഫ് ലിവിങ് ഹാപ്പിനെസ് പ്രോഗ്രാമിൻ്റെ ഒരു പോസ്റ്റർ ചെയ്യാണ്ട്. അത് പോസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരത്തെ ചായയുടെ പരിപാടികൾ അമ്മ അട ഉണ്ടാക്കാമെന്നൊക്കെ പറയുന്നുണ്ട്, പുല്ലിൻ്റെ റാഗിയുടെ. അപ്പോൾ അത് നോക്കണം. പോസ്റ്റർ ഡിസൈൻ ചെയ്തിട്ട് ഞാൻ കാണിക്കാം. ഒരു സെക്കൻഡ് ദീപോ. ഏയ് മെമ്മറി ഒന്നും കാണാനില്ലേ? നീ മെമ്മറി ഒന്നും ഇപ്പോൾ ഷെയർ ചെയ്യാറില്ലേ? അതെ വന്നു. സീ യുവർ മെമ്മറീസ്. ഞാനിപ്പോൾ ഫേസ്ബുക്ക് തുറന്നപ്പോഴേ നോട്ടിഫിക്കേഷൻ വന്നതാണ്. കണ്ടാ, ഇത് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള നിൻ്റെ കാർട്ടൂണാ. നിൻ്റെ ആഗ്രഹമല്ലായിരുന്ന? ഞാനതിൽ എഴുതിയിട്ടുണ്ട് ദീപു കുതിരപ്പുറത്ത് പോണ ഫോട്ടോ ഉണ്ടാക്കി തരാൻ പറ്റത് 3 കൊല്ലം മുമ്പാട്ടത്. അപ്പോൾ ഞാനിപ്പോൾ എന്തെന്നറിയോ, നിൻ്റെ ഈ ഫോട്ടോ അല്ലേ, ഈ ഫോട്ടോ വെച്ചിട്ട് വീണ്ടും അത് റീജനറേറ്റ് ചെയ്യാൻ നോക്കി. എങ്ങനെയുണ്ട്? ചിരി കുറച്ച് ഓവറാണ് നിൻ്റെ ചിരി എന്നല്ല, പക്ഷെ എന്നാലും ചുരിദാറൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതേ സാധനം കണ്ടാ, ഷാളും
മുടികെട്ട് തന്നെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഞാൻ നോട്ടിഫിക്കേഷൻ കണ്ടപ്പോൾ നോക്കിയതാ. അപ്പോൾ ശരി വിട്ടോ, എൻ്റെ വർക്ക് ഇപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പോസ്റ്റർ. ഇനി ഇതിൽ ഗുരുദേവൻ്റെ ഫോട്ടോ ഒന്ന് മാറ്റിയാലെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ചിലപ്പോൾ മാറ്റും, ചിലപ്പോൾ ഇത് തന്നെ കീപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് ഡിസൈൻ. ഇപ്പോൾ ഞാനും ദീപവും വാടാനപ്പള്ളി ബീച്ചിലാണുള്ളത്. അപ്പോൾ ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞ് കുറച്ച് വർക്കൊക്കെ ചെയ്ത് പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തു. ശേഷം ബീച്ചിൽ നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നല്ല രസമാണ്, നല്ല പ്രകൃതി മനോഹരമായ ബീച്ചും കാറ്റും ഒക്കെ ആയിട്ട് അല്ലേ ദീപോ? അപ്പോൾ ഇവിടെ കിടന്ന് നടന്ന് ഒരു 10,000 സ്റ്റെപ്സ് ആക്കണം, എന്നിട്ട് വീട്ടിൽ പോകണം. അമ്മീസ് ഓരോ പുതിയ ചായക്കടകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരത്തേട്ടൻ്റെ ഫ്ലക്സ് എടുത്തിട്ട് മേൽക്കൂര വേണമല്ലോ ഈ കണ്ട. നല്ല കാറ്റുണ്ടല്ലോ ദീപോ. നല്ല വീഴ്. അസ്തമിക്കാൻ ഇനിയും സമയമുണ്ട്. പക്ഷെ ഞങ്ങൾ ഇന്നിപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കുറച്ച് മതി എന്ന് വിചാരിച്ചു. കുറേ നാളായി കടലിലിറങ്ങിയിട്ട്. കടപ്പുറത്തൊക്കെ വരുന്നുണ്ടെങ്കിലും കടൽ കാണാൻ വരുന്നുണ്ടെങ്കിലും കടലിലങ്ങനെ ഇറങ്ങാറൊന്നുമില്ല. അപ്പോൾ ഭയങ്കര എന്താ പറയുക, ഒരു രസമാണ് കടലിലിങ്ങനെ കുറേ നേരം ഇറങ്ങി തിരമാലനായിട്ട് കളിക്കുക എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇന്നെന്തായാലും വളരെ നല്ല രസമായിരുന്നു ബീച്ചിൽ വന്നപ്പോൾ അല്ലേ ദീപോ? പിന്നെ നാളെ ബീച്ചിൽ വീട്ടിൽ നിന്ന് തന്നെ നടന്നിട്ട് വാടാനപ്പള്ളി ബീച്ച് വരെ വരണം. അങ്ങനെയൊക്കെ വന്നിരുന്നാണ് ഞങ്ങൾ മുമ്പ്. പക്ഷേ ഒരു സ്റ്റാർട്ടിങ്ങിൽ എന്തായാലും അത് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും. ഗ്രാജുവലി കൂട്ടി കൊണ്ടുവരാം എന്നാണ് വിചാരിക്കുന്നത്. നാളികേരം, ശർക്കര, എനിക്ക് മധുരമില്ലാത്ത പോയിട്ടാ. മധുരമില്ലാത്ത പറ്റുമോ? ഇവിടെ അട ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ ബാവുസ്വാമി. പോരാടുള്ളൂ അല്ലേ എല്ലാവർക്കും. ഇഞ്ഞിൻ്റെ ഇതിന്ന് വേണ്ട. ആയ് അങ്ങനെ പാടില്ല, ശരിയല്ല അത്. ഇവരാണോ ഒരു കഷ്ടം മതി. അവിടെ ഉണ്ടോ? ആ
പത്തിരി ഉണ്ടല്ലേ എന്നാ അമ്മ കഴിച്ചോ എന്ത് പത്തിരി അല്ല പകുതി പത്തിരിക്കാതായി അടകാലൊക്കെ ഉണ്ട് അല്ലേ ഇപ്പം അല്ല പത്തിരിക്ക് എന്തിൻ്റെ കറിയുള്ളത് കാലത്തെ കറി ഉണ്ടാ ആ ചെറുപയറ് ആ അത് മതി അപ്പോൾ ഒരു പത്തിരി ഉണ്ട് പയറുണ്ട് ഇത് പകുതി അമ്മയ്ക്കറ്റേ വേണ്ടേ ഇത് മാത്രമേ സാധാരണ അമ്മ ഉണ്ടാക്കുമ്പോൾ രണ്ടാളെ വെച്ചാൽ എല്ലാവർക്കും ഉണ്ടാക്കണ്ട അപ്പോൾ ഡയറ്റ് ആയിരുന്നാവും നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയില്ല വല്ല മസാല ദോശയാണ് മേടിക്കണ കൊല്ലോ നമുക്ക് എല്ലാവർക്കും വേണ്ടല്ലേ എനിക്ക് വേണം ഏയ് പറയാൻ പറ്റില്ല ചിലപ്പോൾ പാതിരാത്രി ചോറെടുത്തുണ്ടെന്ന് ആദ്യത്തെ ദിവസം ഡയറ്റ് അല്ലെങ്കിൽ എപ്പോഴും കഠിനായിരിക്കും അപ്പം അതെടുത്തോ അല്ല കുഴപ്പമില്ല ഇതിന് ഡയറ്റ് എന്ന് പറയാൻ പറ്റില്ല ഇത് ആക്ച്വലി അത്യാവശ്യം ഫുഡ് കഴിച്ചിട്ടുണ്ടെന്ന് മര്യാദയ്ക്ക് ഡയറ്റ് ചെയ്യണവർക്ക് ഇത് വളരെയധികം കൂടുതലാണ് പക്ഷെ നമ്മൾ ഹെവി ആയിട്ട് അടിക്കുന്നതുകൊണ്ട് നമുക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു അല്ലേ കറിയുണ്ട് ചോറുണ്ട് മോര് കറിയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം വേണ്ട അല്ലേ എസ്കടേ അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ തീരുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരയ്ക്കും ബൈ ബൈ കുലു ആൻഡ് ദീപു ബൈ ബൈ